എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4, 4-ാമത്തെ സ്കന്ധത്തില് അധ്യായം 6. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ഷഷ്ടോധ്യായഃ. മൈത്രേയോവാചാം. അത ദേവഗണാൻ സർവേ രുദ്രാനീകൈ പരാജിതാഹാം ശൂലപട്ടിശ നിസ്ത്രിംശ ഗദാ പരിഗമുദ്ഗരൈ സംഛിന്ന ഭിന്ന സർവാംഗാം സർത്യുക്സഭ്യാം ഭയാകുലാഹാം സ്വയംഭുവേ നമസ്കൃത്യ കാർഷ്യന്നേനൈതന്യവേദയൻ ഉപലഭ്യ പുരൈ വൈദ ഭഗവാനബ്ജ സംഭവഹാം നാരായണശ്ച വിശ്വാത്മാം ന കസ്യാധ്വരമീയതോം തദാകർണ്യ വിഭുപ്രാഹ തേജീയസീം കൃതാഗസീം ക്ഷേമായ തത്ര സാംഭൂയാന്ന പ്രായേണ ബുഭൂഷതാം അദാഭിയൂയം കൃതഗിൽഭിഷാഭവം യേ ബർഹിഷോ ഭാഗഭാജം വരാദോം പ്രസാദയദ്വം പരിശുദ്ധചേതസാം ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതതാം കൃപത്മം ആശാസാനാം ജീവിതമധ്വരസ്യാം ലോകസബാലാം കുപിതേന യസ്മിൻ തമാശു ദേവം പ്രിയയാ വിഹീനം ക്ഷമാഭയദ്വം ഹൃദി വിദ്ധം പുരുക്തൈഃ നാഹം ന യജ്ഞോ ന ജയൂയമന്യേം യേ ദേഹഭാജോ മുനയശ്ച തത്വം വിദുപ്രമാണം ബലവീര്യയോർവാം യസ്യാത്മതന്ത്രസ്യ ഗൗപായം വിതിൽസേത് സയിത്തമാദിശ്യാം സുരാനജസ്തൈഃ സമന്വിതപിതൃഭേ സപ്രജേശൈഃ യയൗ സുധിഷ്ണ്യാ നിലയം പുരദ്വിഷഃ കൈലാസമദ്രി പ്രിയം പ്രഭോഃ ജന്മൗഷധിതമോ മന്ത്ര യോഗസിദ്ധൈർനരേതരൈഃ ജുഷ്ടം കിന്നര ഗന്ധർവേ അപ്സരോഭിർവിതം സദാം നാനാമണിമയൈ ശൃംഗൈർനാനാധാതുവിചിത്രിതൈ നാനാദ്രുമലദാ ഗുൽമൈർനാനാമൃഗാഗണാവൃതൈഃ നാനാമലപ്രസവണൈർനാനാകന്ദരസാനുഭീം രമണം വിഹരന്തീനാം രമണൈ സിദ്ധയോഷിതാം മയൂരകേകാഭിരുദം മദന്താളി വിമൂർച്ഛിതം പ്ലാവിതൈരക്തകണ്ഡാനാം പൂജിതൈശ്ച പദത്രിണാം ആഹ്വയന്തമിവോദസ്തൈർദ്വിജാൻ കാമദുഗൈർദ്രുമൈഃ വ്രജന്തമിവ മാതംഗൈർഗൃണന്തമിവ നിർധരൈ മന്ദാരൈ പാരിജാതൈശ്ച സരളൈശ്ചോപശോഭിതം തമാലൈ ശലദാശൈശ്ച കോവിദാരാസനാർജുനൈ ചൂതൈ കദംബൈർനീഭൈശ്ച നാഗപുന്നാഗചമ്പകൈ പാടലാശോകബകൂളൈ കുന്ദൈ കുരഭഗൈരഭി സ്വർണാർണശതപത്രൈശ്ച വരരേണുഗജാദിഭി കുബ്ജഗൈർമല്ലികാഭിശ്ച മാധവിഭിശ്ച മണ്ഡിതം വനസോദുംബുരാശ്വത്ഥ പ്ലക്ഷന്യഗ്രോധഹിംഗുഭീം ദുർജരൈരോഷധിഭിः പൂഗൈരാജപൂഗൈശ്ച ജംബുഭീം ഗർജുരാമാദകാമ്രാദ്യൈ പ്രിയാളമധുഗംഗുദൈഃ ദ്രുമജാതിഭിരന്യൈശ്ച രാജിതാം വേണുകീജഗൈ കുമുദോൽപലകൽഹാര ശതപത്രവനർദിഭിः നളിനീഷുകളം കൂജ ഗഗവൃന്ദോപശോഭിതം മൃഗൈശ്യാമൃഗൈഃ ക്രോഡൈർമൃഗേന്ദ്രൈരിക്ഷശല്ലികൈ ഗവയൈ ശരഭൈർവ്യാഘ്രൈ രുരോഭിർമഹിഷാദിഭിः കർണാന്ത്രൈകപാദാശ്വാസ്തൈർ നിർജുഷ്ടം മൃഗനാവിഭിः കദളീകണ്ഠ സംരുദ്ധ നളിനീമുളിന ശ്രിയം പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യതരോദയാം വിലോക്യ ഭൂദേശഗിരിം വിബുധാ വിസ്മയം യയോം തദ്ദൃശുസ്തത്ര തേ രമ്യാമളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാഭി യത്ര തന്നാമ പങ്കജം നന്ദാജളക നന്ദാജ സരിതൗ ബാഹ്യത പുരഃ തീർത്ഥപാദപദാംബോജ രജസാദീവ പാവനേ യയോസുരസ്ത്രിയക്ഷത്തരവരുഹ്യ സുധിഷ്ണ്യതഃ ക്രീഡന്തി പുംസസിഞ്ചന്ത്യോ വിഗ്രാഹ്യരതികർഷിതാഃ
യയോസ്തജ്ഞാന വിഭ്രഷ്ട നവ കുങ്കുമ പിഞ്ചരം വിദൃശ്യേപി പിബന്ധ്യംബാം പായയന്തോ ഗജാഗജീഹി താരകേമ മഹാരത്ന വിമാനശതസങ്കുലാം ജുഷ്ടം പുണ്യജന സ്ത്രീഭിരദാഗം സദടിദ്ഘനം ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച തദ് ദ്രുമൈകാമധുകൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛതേ രക്തകണ്ഡകാനീക സ്വരമണ്ഡിത ഷഡ്പദം കളഹംസകുലപ്രേഷ്ട ഗരദണ്ഡജലാശയം വനകുഞ്ചര സംക്ലിഷ്ട ഹരിചന്ദനവായുനാം അതിപുണ്യജന സ്ത്രീണാം മുഹുരുന്മദയന്മനഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത് ദക്ഷയാഗം നശിച്ചു പോയതിനെ കുറിച്ച് അല്ലേ. ദക്ഷന്റെ യാഗം വീരഭദ്രൻ സ്വാമി വന്ന് നശിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ അവർക്കൊക്കെ ഈ ദേവന്മാരും അപ്പോഴാണ് എല്ലാം നശിച്ചു പോയപ്പോൾ. അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളുടെ എല്ലാം എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രമേ നമ്മൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. അതുവരയ്ക്കും നമ്മൾ എന്തായിരിക്കും, അഹങ്കാരത്തിൽ ഞാനാണ് ചെയ്യുന്നത്, എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ദ്രോഹപ്രവൃത്തികളും എല്ലാവരെയും അപമാനിക്കലും അങ്ങനെ ഞാൻ എല്ലാം വലിയവൻ എന്ന രീതിയിൽ അങ്ങനെ നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അടി കിട്ടുക നമുക്ക്. അപ്പോഴാണ് കിട്ടേണ്ടത് കിട്ടുമ്പോൾ നമുക്ക് തോന്നേണ്ടത് അങ്ങോട്ട് തോന്നും. അപ്പം എല്ലാം കൂടി വാരിച്ചുരുട്ടി എല്ലാം കൂടി എവിടേക്ക് പോവുകയാണ്, ബ്രഹ്മാവിൻ്റെ അടുത്തേക്കും മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കും ഒക്കെ പോവുകയാണ്. കാരണം ഈ യാഗത്തിൽ ബ്രഹ്മാവ് വന്നിട്ടില്ല, മഹാവിഷ്ണു വന്നിട്ടില്ല. ഒരു യാഗം നടക്കുമ്പോൾ ആദ്യം തന്നെ അവിടെ അവർ വരാതിരുന്നതിൻ്റെ കാരണം ബ്രഹ്മാവ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം മനസ്സ്, അതാണ് ഈശ്വര ചൈതന്യമുള്ള മനസ്സിനെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഈശ്വര ചൈതന്യവും അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ എന്തെങ്കിലും മോശപ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവില്ല. ഭഗവാനോട് ചോദിക്കാതെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതായത് ഭഗവാന്റെ വേറൊരു ഇതിൽ പറയുന്നുണ്ടേ, മഹാഭാരതത്തിലെ ഒരു കഥയിൽ ഈ പഞ്ചപാണ്ഡവന്മാര് കൃഷ്ണനോട് ചോദിച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചൂത് കളിക്കുന്ന സമയത്ത് മാത്രം കൃഷ്ണനോട് ചോദിച്ചില്ല. അതുകൊണ്ടാണ് അത് ഒരു തെറ്റായ കാര്യമാണെന്നറിയാം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാനോട് ഒളിപ്പിക്കും. ഭഗവാൻ ഉള്ളിൽ നിന്ന് നമുക്കൊരു നീ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു ചോദ്യം വരും. എല്ലാ പ്രവൃത്തിയിലും അങ്ങനെ ഒരു ചോദ്യം വരും. പക്ഷെ നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോണത്. നമ്മൾ ഭഗവാനെ വിളിക്കാതിരുന്നാൽ ഭഗവാൻ അവിടെ വരില്ല. കാരണം നമ്മൾ സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ എന്നുള്ള മാതിരി, സ്വിച്ച് ഇട്ടില്ലെങ്കിൽ ലൈറ്റ് കത്തില്ലല്ലോ അല്ലേ. അതുപോലെ നമ്മൾ കറുത്ത തുണി കൊണ്ട് നമ്മുടെ ജനലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് സൂര്യപ്രകാശം ഉള്ളിക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തത്. ചൂത് കളിക്കുന്ന സമയത്ത് അവർ ഭഗവാനെ കുറിച്ച് ഓർത്തില്ല. കാരണം ഇങ്ങനെ ഇത്തരം കാര്യത്തിൽ ഭഗവാനെ ഓർക്കില്ലല്ലോ ആരും. അതുകൊണ്ട് ഭഗവാൻ അവിടെ വന്നില്ല. അതുകൊണ്ട് തന്നെ ചൂതിൽ തോൽക്കുകയും ചെയ്തു. അപ്പൊ അതാ പറയുന്നത്, നമ്മളെ ഏതൊരു കാര്യവും ഭഗവാന്റെ ഇച്ഛയോടുകൂടി അല്ല ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മൾ അതിൽ പരാജയം നമുക്ക് സംഭവിക്കും. അപ്പൊ നമ്മൾ അപ്പോഴെന്ത് ചെയ്യും, ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക്, അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഭൂഷണൻ, ഭൃഗു, കുറേ പേരുണ്ട് ദേവന്മാർ, അവരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദക്ഷൻ്റെ അനുയായികളുണ്ട്, അവരൊക്കെ പോയി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചിലരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. തെറ്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ആ തെറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരാളോട്, നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരാളോട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിപ്പൻറ്റ് ചെയ്യും. അയ്യോ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അങ്ങനെ തോന്നില്ലേ നമുക്ക്. ശരി, അങ്ങനെ തോന്നിയെങ്കിൽ അവരോടൊരു സോറി പറയാൻ അല്ലെങ്കിൽ ഒരു ക്ഷമ പറയാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. ക്ഷമ പറയാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം കുറച്ചെങ്കിലും, ആ ഒരു നെഗറ്റീവ് ഫലം കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടി നമ്മൾ എന്ത് ചെയ്യണം, അനുരഞ്ജനത്തിന് നമ്മൾ മുതിരണം. നമ്മൾ അംബരീഷിൻ്റെയൊക്കെ കഥയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും പറയണമെന്ന് ഓർമ്മപ്പെടുത്തുക.
അംബരീഷൻ ഏകാദശി നോറ്റ സമയത്ത് ദുർവാസാവ് അദ്ദേഹത്തെ അപമാനിക്കാനൊക്കെ ശ്രമിച്ചു, അദ്ദേഹത്തിൻ്റെ വ്രതം മുടക്കാൻ ശ്രമിച്ചു. പക്ഷെ അംബരീഷൻ ഒന്നിനും എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിശ്ചലമായി, ഒന്നിനും പ്രതികരിച്ചില്ല. അപ്പോൾ ആ നെഗറ്റിവിറ്റി ആർക്ക് തന്നെ തിരിച്ചു വന്നു? ദുർവാസാവിന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ദുർവാസാവ് ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭഗവാൻ എന്ത് പറഞ്ഞു? എല്ലാ ഭഗവാന്റെ അടുത്തും പോയി, ശിവന്റെ അടുത്തും ബ്രഹ്മാവിൻ്റെ അടുത്തും വിഷ്ണു ഭഗവാന്റെ അടുത്തും ഒക്കെ പോയി. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന നമ്മൾ ആരോടെങ്കിലും വഴക്കിട്ടാൽ മറ്റുള്ളവരെ അനുരഞ്ജനത്തിന് പ്രേരിപ്പിക്കുക എന്നല്ലാണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. ഈ വഴക്കിടുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ, ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും, നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടാവും. ഒപ്പം സ്നേഹ ഹോർമോണുകളുണ്ട്, നെഗറ്റീവ് ഹോർമോണുകളുണ്ട്. ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണിനെ പുറന്തള്ളാൻ വളരെ കഷ്ടമാണ് ശരീരത്തിന്, അത് രോഗങ്ങളായി പരിണമിക്കും. അതുകൊണ്ടല്ലേ ഈ ദേഷ്യം വരുമ്പോഴൊക്കെ അറ്റാക്കൊക്കെ വരുന്നത്, സ്ട്രോക്കൊക്കെ വരുന്നത്. അതുമാതിരി ദേഷ്യത്തിനുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ, നമ്മൾക്കത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരോടാണോ ദേഷ്യപ്പെട്ടത് അവരോട് നമ്മൾ അനുരഞ്ജനത്തിന് ശ്രമിക്കണം. ഒടുവ് ദുർവാസാവ് മഹർഷിയോട് പറഞ്ഞു, നിങ്ങൾ അംബരീഷൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അനുരഞ്ജനത്തിന് ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി നാണത്തോടു കൂടി ആയാലും അംബരീഷൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അംബരീഷൻ ക്ഷമിക്കൂ കൂടി മാത്രമല്ല, തൻ്റെ പുണ്യഫലങ്ങൾ കൂടി കുറച്ച് ആർക്ക് കൊടുത്തു എന്നുള്ളതാണ്, പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പുണ്യാത്മാക്കളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ പുണ്യാത്മാക്കൾ, ഇപ്പോൾ ശിവനെ പോലെയുള്ള ആ പുണ്യാത്മാവിനെയാണ് ഇവരെ അപമാനിച്ചിരിക്കുന്നത്. പുണ്യാത്മാക്കൾക്കൊരു ശക്തി ഉണ്ടാവും. അവർ സദാസമയം മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് അവർക്കൊരു പൂജ, ജപം, അതൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മൾ ആ എത്രത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്കൊരു ശക്തി കിട്ടും. യോഗശക്തി എന്നൊക്കെ പറയില്ലേ, സിദ്ധി എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലും അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മൾക്ക് പകർന്നു കൊടുക്കുക പറഞ്ഞാൽ എന്താ, നമ്മൾ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചാൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവണം. ഓ ഇതൊക്കെ ശരിയാണ് എന്നാണ്. ഇപ്പം നമ്മൾ ഭാഗവതം തന്നെ പറയുന്നു, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നു എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നമ്മൾ. കാരണം ഇത് വേദവ്യാസ മഹർഷി എഴുതി വെച്ചത്, അത് നമ്മളിലൂടെ ഈശ്വരൻ. ഇപ്പം നമ്മളൊരു മൈക്കിലൂടെ പാട്ട് പാടുന്നുണ്ട് അല്ലേ, മൈക്ക് ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല. പാട്ട് പാടുന്ന ആളും വേണം, മൈക്കും വേണം. പക്ഷേ ആ മൈക്കിൻ്റെ ഒരു സ്ഥാനമേ നമുക്കുമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൈക്ക് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഈശ്വര ശക്തിയാണ് അതൊക്കെ ചെയ്യുന്നത്, നമ്മൾ വെറും നിമിത്തം മാത്രമാണ്. അപ്പം അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ വായ തുറക്കാൻ പറ്റുന്നത്, നമ്മുടെ കൈ ചലിപ്പിക്കാൻ പറ്റുന്നതിനൊക്കെ എല്ലാത്തിനും പിന്നിൽ ഈശ്വര ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾക്കത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പം അതുപോലെ അംബരീഷൻ തൻ്റെ ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് അവർ കേട്ടിട്ട് അത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവരായിരിക്കണം. അങ്ങനെ ആയാലേ അനുരഞ്ജനം കൊണ്ടുപോലും ഫലം കിട്ടുള്ളൂ. അങ്ങനെ അംബരീഷനുമായിട്ട് അനുരഞ്ജനത്തിലെത്തിയപ്പോൾ ദുർവാസാവിൻ്റെ മനസ്സ് എന്തായി, വളരെയധികം ശാന്തം. അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചുപോയി. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കേണ്ടി വന്നില്ല. അപ്പം നമ്മുടെ നെഗറ്റീവ് ഹോർമോണുകളെല്ലാം പോകും, നമ്മൾ ശാന്തം. നമ്മൾക്ക് വിഷമം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അതുമാതിരി നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിട്ട് ആരെങ്കിലും നമ്മൾ ചീത്ത പറയുമ്പോൾ ഒക്കെ നമ്മളിൽ നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടാവും. അപ്പം അതാണ് ഇവിടെയും ഇവർക്കും സംഭവിച്ചത്. ഇവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ ദക്ഷൻ ചെയ്തത് തെറ്റാണ്, അതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുക, അടുത്ത പരിഹാരം എന്താ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയാണോ വിഷമിപ്പിച്ചത് അവരുടെ അടുത്ത് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, മാപ്പ് പറയണം. അപ്പം ആരുടെ അടുത്ത് പോയി മാപ്പ് പറയണം? ശിവന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയണം. ശിവന്റെ അടുത്ത് പോയി മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും, അപ്പം ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇത്തിരി മനസ്സിലായി, ശരിയാണ്, ഇവർക്കൊരു പ്രായശ്ചിത്തം തോന്നി, ശരിയാണ്, നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഇനി നമ്മൾക്ക് ശിവനോട് മാപ്പ് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവനെ കാണാൻ വേണ്ടിയിട്ട് അവർ കൈലാസത്തിലേക്ക് പോകും. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? കൈലാസത്തിലേക്കാണ്. കൈലാസ യാത്ര എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഒരു പുണ്യം എന്നാൽ ഇത് പരിശുദ്ധം ആയ ഒരു സ്ഥലമാണത്. കൈലാസത്തിലേക്കൊക്കെ എല്ലാവരും പോകാറില്ലേ, തീർത്ഥയാത്രയൊക്കെ പോകാറില്ലേ? എന്തിനു വേണ്ടിയാണ്? അവിടെ എത്തുമ്പോൾ തന്നെ എന്താവുന്ന പറയുന്നത്, നമ്മുടെ പാപങ്ങൾ നശിക്കും. കാരണം എന്താ, അവിടുത്തെ ആ പോസിറ്റീവ് എനർജി
നമ്മൾ പറയില്ലേ ഫോണിലൊക്കെ റേഞ്ച് കിട്ടണില്ല എന്നൊക്കെ പറയില്ലേ, കുറച്ച് റേഞ്ചുള്ള സ്ഥലത്ത് പോയാലോ നന്നായിട്ട് ഫോൺ ചെയ്യാൻ പറ്റും, നെറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ സ്ഥലത്ത് എന്തുണ്ട് എന്നാണ്, പോസിറ്റീവ്, അതായത് റേഞ്ച് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഡിസ്റ്റർബൻസസ് ഇല്ലാത്ത അല്ലേ? അതായത് നമ്മളിപ്പോ ഒരു ട്രാഫിക് ഒക്കെ നടക്കുന്ന ഒരു വലിയ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്, ഈ റോഡിന്റെ ഒക്കെ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എവിടെന്നാ നേരെ ഫോണിൽ സംസാരിക്കാൻ കൂടി പറ്റില്ല. കാരണം എന്താണ്, അത് ആ ശബ്ദ തരംഗങ്ങൾ അവിടെ നമ്മളെ നമ്മൾക്ക് ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പൊ അതുപോലെ ഇല്ലാത്ത ഒരു സ്ഥലം, ഇപ്പൊ നമ്മളൊരു മലയുടെ മുകളിലോ കുന്നിന്റെ ചെരുവിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ പ്രശാന്തമായ സുന്ദരമായ അന്തരീക്ഷമായിരിക്കും അവിടെ. ഈ കവികളൊക്കെ കവിതയൊക്കെ എഴുതാനൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുക എന്ന് പറഞ്ഞില്ലേ, ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലം. അപ്പൊ അതുപോലെ ശിവന്റെ സ്ഥലവും അതുപോലുള്ളൊരു സ്ഥലമായിരുന്നു. പ്രകൃതി ഭംഗിയാൽ വളരെയധികം മനോഹരമായ സ്ഥലങ്ങളാണ് അതൊക്കെ. നമ്മളിപ്പോ അന്ന് നോക്കൂ, പ്രകൃതിയെക്കുറിച്ച് ഭാഗവതത്തിലായാലും മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും പ്രകൃതി ഭംഗിയെ വിവരിക്കുന്നുണ്ട്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രകൃതി ഭംഗിയും അവിടുത്തെ പോസിറ്റീവ് എനർജിയെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പ്രകൃതിയെ എത്രത്തോളം മനോഹരമാക്കി വെക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതിൻ്റെ അത്രയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ നല്ല വായു ശ്വസിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ അതന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പ്രകൃതിയെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യാണ്. വായു മലിനീകരണമാണ് ഏറ്റവും കൂടുതൽ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനിയൊരു കാലങ്ങൾ പോകും തോറും നമുക്ക് ശരിക്കും ഓക്സിജൻ കിട്ടാണ്ടാവും. ഇപ്പൊ തന്നെ പല പല സ്ഥലങ്ങളിലും ഓക്സിജൻ കിട്ടാതാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓക്സിജൻ സെഞ്ചുകളുമായി നടക്കേണ്ടി വരുന്ന ഒരു കാലം വന്നേക്കാം. പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി ഈ ജോക്കൊക്കെ വരാറുണ്ട് ഓക്സിജൻ, പക്ഷെ അതൊരു ജോക്കായിട്ട് കാണാതിരിക്കുകയാണ് നല്ലത്. അതൊരു കാര്യമായി തന്നെ നമ്മൾ കാണണം. കാരണം ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് ഓക്സിജൻ സഞ്ചികളുമായി നമ്മൾ നടക്കേണ്ട ഒരു കാലം വന്നുകൂടായികയില്ല. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പരിഹാരം എന്താണ്? അത് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കണം. പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വായുവിനെ മലിനീകരിക്കാതിരിക്കുക. അതുപോലെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി മലിനീകരണം നടത്തുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഓരോ വാഹനം. അങ്ങനെ ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് കാറ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ടാളെ ഉണ്ടാവും, ബാക്കി 3 സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അതുകൂടി വേറൊരാൾക്ക് ഉപകരിക്കാൻ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ മലിനീകരണം കുറയ്ക്കാൻ പറ്റും, വായു മലിനീകരണമൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്താൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റുമോ ചോദിച്ചാൽ നമ്മൾ മാത്രം വിചാരിച്ചാലും പറ്റും. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാമെന്ന് മാത്രം. പലതരത്തിലും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടും അങ്ങനെ പല 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 തരത്തിലാണ് നമ്മൾ പ്രകൃതി, അതുമാതിരി മണൽ വാരിയിട്ട് നദികളെ നമ്മൾ മോശമാക്കി മാറ്റുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് കുറച്ച് കൺട്രോളിൽ പോകാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ പ്രകൃതിയുടെ ചൂഷണം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൈലാസത്തിലേക്ക് പോവുകയാണെന്ന് തന്നെ ഭാവന ചെയ്യാം കേട്ടോ. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്കതൊരു മെഡിറ്റേഷനായി മാറും. നമ്മൾ നല്ല അതിലൂടെ പോകുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് വേണം ഇത് വായിക്കാൻ. അപ്പം എന്തൊക്കെയായിരുന്നു അവിടെ? നാനാ മലപ്രസരൈസ് നാനാ ഗന്ധരസാനുഭി എന്തൊക്കെയായിരുന്നു? മന്ദാരൈ പാരിജാതൈശ്ച സരളൈ ശോഭിതം തമാലൈ ശാലതാലൈച്ച കോപിതാരസാർജുനൈന്ന്. അവിടെ ഇങ്ങനെ പോകുമ്പോഴേക്കും പലതരത്തിലുള്ള വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? പ്ലാവുണ്ട്, അതുപോലെ മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ പൂക്കളുള്ള പല പല തരത്തിലുള്ള പൂക്കളുള്ള ഈ വാഗ അങ്ങനെയുള്ള മരങ്ങൾ, പിന്നെ മന്ദാരം, പാരിജാതം തുടങ്ങിയ പൂക്കളുള്ള അതുപോലെ പുഷ്പങ്ങളുള്ള ധാരാളം ചെടികൾ, അതിൻ്റെ മണം. അവിടേക്ക് പോകുമ്പോൾ തന്നെ ഇവരുടെ മനസ്സ് എന്താവുകയാണ്? ഇവരുടെ പ്രക്ഷുബ്ധമായ മനസ്സും കൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇവരുടെ മനസ്സ് തന്നെ നന്നായി വരികയാണ്. എങ്ങനെയാണ് നന്നായി വരുന്നത്? ഇതൊക്കെ കണ്ടുകൊണ്ട്, ഇതൊക്കെ ഈ പ്രകൃതി രമണീയതൊക്കെ അനുഭവിക്കുമ്പോൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിലേക്ക് മുഴുകുമ്പോൾ നമ്മൾ തന്നെ പരിശുദ്ധമായി വരികയാണ്. അങ്ങനെ മനോഹരമായ അവിടെ പോകുമ്പോൾ പിന്നെ തടാകങ്ങൾ, മനോഹരമായ തടാകങ്ങൾ, അതിൽ ധാരാളം പക്ഷികൾ, അരയന്നങ്ങൾ, പല തരത്തിലുള്ള മനോഹരമായ കൂജനം ചെയ്യുന്ന പലതരത്തിലുള്ള മനോഹരമായ പക്ഷികൾ, മൃഗങ്ങൾ, ഇവരൊക്കെ, അതുപോലെ മാനുകൾ, ആന തുടങ്ങിയ മൃഗങ്ങൾ,
അങ്ങനെ മനോഹരമായി എല്ലാവരും അവിടെ എന്താണ് നന്നായി എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. മൃഗങ്ങളല്ലെങ്കിലും നന്നായിട്ടും അവർക്കൊരു സത്യത്തോടു കൂടി ജീവിക്കുക. മനുഷ്യൻ അവിടെ കാലെടുത്ത് വെച്ചാൽ മാത്രമേ എന്താവുള്ളൂ, ആ ഭാഗം പ്രകൃതി മലിനീകരണം ചെയ്യും. മനുഷ്യൻ മാത്രമാണ് ഈ പ്രകൃതി മലിനീകരണം ചെയ്യുന്നവർ. ഒരുപക്ഷെ മനുഷ്യനില്ലെങ്കിൽ ഭൂമി വളരെ സ്വർഗമായി തീരാം. അതേസമയം മറ്റുള്ളവരൊന്നും ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനോട്ട് പറ്റൂല. അവരെയൊക്കെ ആശ്രയിച്ച് വേണം നമുക്ക് ജീവിക്കാൻ. എന്നാലോ ആ ആശ്രയിക്കുന്നവരെ തന്നെയാണ് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ സസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ചൂതം, കദംബം, നാഗം, മുന്നാഗം, ചമ്പകം, അങ്ങനെ മല്ലിക, മാധവി, ബിശ്ചമണ്ഡിതം, അതായത് വള്ളികൾ, മുല്ലവള്ളികൾ പടർന്നിട്ട് ഇങ്ങനത്തെ മരങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് ഇതൊക്കെ ഓർക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൈലാസത്തിലേക്ക് കയറിപ്പോകുന്നതായിട്ടും ഇവിടെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ നമ്മൾ ആലോചിക്കുക മനസ്സിൽ. അപ്പം 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സും വളരെയധികം കുളിർക്കും. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങനെ ആർദ്രമായി പോവുകയാണ്. അപ്പം അങ്ങനെ ആ മനോഹരമായ സ്ഥലത്ത് അവർ പോവുകയാണ്. പോയിട്ട് അവർ ഇതൊക്കെ കാണുമ്പോൾ അവിടെ അളകാപുരി എന്ന് കേട്ടിട്ടില്ലേ? യക്ഷന്മാരിൽ പ്രധാനിയായ കുബേരനെ കേട്ടിട്ടില്ലേ നമ്മൾ? കുബേരനാണത്രേ ധനത്തിൻ്റെ അധിപൻ. അദ്ദേഹം രാവണൻ്റെയൊക്കെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം വളരെയധികം എല്ലാ ധനം നമ്മൾക്ക് അവരെ പൂജിച്ചാൽ ധനം കിട്ടും. കുബേരൻ്റെ പ്രതിമകളൊക്കെ നമ്മൾ ഷോക്കേസിലൊക്കെ വയ്ക്കാറില്ല. അപ്പോൾ കുബേരനെ പൂജിച്ചാൽ വടക്ക് നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ കുബേരമന്ത്രം ജപിക്കും. കുബേരമന്ത്രം ജപിച്ചാൽ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ കുബേരൻ്റെ പുരിയാണ് അവിടെയാണ് അതും. അപ്പോൾ ശിവൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അളകാപുരി കാണുകയാണ് അവർ. അളകാപുരി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലം. ഇതേപോലെ തന്നെ കുബേരൻ്റെ ഉദ്യാനം. അവിടെ അളകനന്ദ, നന്ദ എന്ന് പറഞ്ഞ് 2 നദികൾ ഒഴുകുന്നുണ്ട്. ആ നദികളിലെ അമൃതായ ജലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നദികളിൽ ഒഴുകുന്ന ജലം എങ്ങനെയുള്ളതാണ്? അമൃതിന് തുല്യമാണ്. നമ്മുടെ ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ എന്താവും അത്? പിന്നെ അതിലെന്താ ഉണ്ടാവുക? പ്ലാസ്റ്റിക്കും കുപ്പകളും ഉണ്ടാവുക അല്ലേ? ആ നദി ഉത്ഭവിക്കുമ്പോൾ ഇപ്പം ഗംഗയും പോലും എത്ര മലിനമാക്കണു ജനങ്ങൾ. അപ്പോൾ ഉത്ഭവിക്കുന്ന സമയത്ത് അവിടുന്ന് പലതരത്തിലുള്ള ഈ എന്താ പറയുക ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടാവും അത്രേ. അപ്പോൾ മൂകാംബികയിലൊക്കെ അങ്ങനെ ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ, മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നദിയിൽ കുളിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അവിടെ അത് അശുദ്ധമായിട്ടില്ല. മെല്ലെ ഒഴുകി സിറ്റിയിലേക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിനെയൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാറില്ലേ? ചപ്പും ചവറും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും എല്ലാം എവിടേക്കാണ് കൊണ്ടുപോയി എറിയുന്നത്? നദിയിലേക്ക് ഒരൊറ്റ ഏറാണ്. അതിൽ മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ആ പ്ലാസ്റ്റിക് ആണെങ്കിൽ നശിക്കൂല്ല. അത് അവിടെ ഇങ്ങനെ കിടന്ന് നദി മുഴുവനായും മലിനാവുകയാണ്. അപ്പോൾ ആ വെള്ളം, ആ മണമാണത്രേ അവിടുത്തെ ആ നദി. നന്ദയും ഒഴുകി വരുന്നതിൻ്റെ അടുത്ത് ഇവർ പോകുമ്പോൾ തന്നെ നല്ല മണം വരികയാണ് അതിൻ്റെ, ആ വെള്ളത്തിൻ്റെ മണം. അവിടെ ദേവസ്ത്രീകളൊക്കെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലം. അവിടെ പോയി കുറച്ച് വെള്ളം കുടിച്ചാൽ എന്ത് പറ്റുമെന്നാണ് പറയുന്നത്? നമ്മളുടെ അസുഖങ്ങൾ വല്ലതുണ്ടെങ്കിൽ മാറിപ്പോകും. ഈ അമൃതം എന്ന് നമ്മൾ പറയുന്നില്ലേ? അമൃത് കഴിച്ചാൽ നമ്മൾക്ക് ജരാനരകൾ വരില്ല എന്നൊക്കെ ദേവന്മാരെ കുറിച്ച് നമ്മൾ ആ അമൃതം എന്നുള്ളൊരു വാക്ക് പറയുന്നില്ലേ? അത് ജലത്തിനെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഏറ്റവും പരിശുദ്ധമായ ജലത്തിനെയാണ് നമ്മൾ അമൃതം എന്ന് പറയുന്നത്. ഏറ്റവും പരിശുദ്ധമായ ജലം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖം വരില്ല. നമ്മൾ ആഹാരം പോലും കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരു നേരം വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന്, ആ വെള്ളം കുടിച്ചാൽ തന്നെ മതി എന്നാണ് പറയുന്നത് ശരീരത്തിന്. അപ്പം അത്രയ്ക്കും പരിശുദ്ധമായ നന്ദയും അളകനന്ദയും ഒഴുകി വരുന്നു. പിന്നെ കുബേരൻ്റെ അളകാപുരി ഇതെല്ലാം കണ്ടുകൊണ്ടവരങ്ങനെ മനസ്സിന് വളരെ സന്തോഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവൻ തപസ് ചെയ്യുന്ന ആ സ്ഥലം എത്തുന്നത്. വലിയൊരു ആൽമരം, 100 യോജനയൊക്കെ ഉയരമുള്ള, അത്ര തന്നെ കൊമ്പുകളും ഒക്കെ ആയിട്ടുള്ള വലിയ വടവൃക്ഷം. 100 യോജന മുകളിലേക്കും 100 യോജന തന്നെ ഇപ്പുറത്തേക്കും ഒക്കെ വരുന്ന വലിയ വടവൃക്ഷം. അതിൻ്റെ ആ തണലിൽ ഇരുന്നു കൊണ്ടാണ് ശിവൻ തപസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ശിവൻ തൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്നല്ല തപസ് ചെയ്യുന്നത്. നമ്മൾ ഈ ആലിൻ്റെ ചുവട്ടിലിരുന്നാലുള്ള ഗുണം. ആലിനെ വേണമെങ്കിൽ നമുക്ക് ഓക്സിജൻ നിർമ്മാണശാല എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്നു. ആലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, മുമ്പൊക്കെ ഈ ജനങ്ങൾ പഞ്ചായത്ത് കൂടുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ജനപദകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഇന്നത്തെ പഞ്ചായത്ത് പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. കുറച്ച് ഗ്രാമീണ തലവൻ ഉണ്ടാവും,
കുറേ പേരുണ്ടാവും, അങ്ങനെ സഭ കൂടും അവർ. അതൊക്കെ ആൽമര ചുവട്ടിലായിരിക്കും. എന്തിനു വേണ്ടി? ആൽമര ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ ബുദ്ധി വികസിക്കുകയും നമ്മുടെ ഏത് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ശ്രീബുദ്ധനൊക്കെ അങ്ങനെ ബോധോദയം കിട്ടിയതല്ലേ. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം ആലിന്റെ ചൂടാണ്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് അവരെത്തിച്ചേരുകയാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിച്ചേർന്നു. ഇനി അടുത്തത് ആ എത്തിച്ചേർന്ന് കഴിഞ്ഞ് പിന്നെ ശിവനുമായിട്ടുള്ള സംസാരിക്കലൊക്കെയാണ്. അപ്പൊ ഇവരുടെ മനസ്സ് അവിടെ എത്തുമ്പോഴേക്കും തന്നെ പരിശുദ്ധമായി കഴിഞ്ഞു. പിന്നെ അവരുടെ മനസ്സിൽ യാതൊരുവിധ നെഗറ്റീവ് എനർജി ഇല്ല, കളങ്കമില്ലാതെ. അത് നമ്മളും ഇതൊക്കെ നമ്മൾ വായിക്കുകയും ഇതൊക്കെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ മനസ്സും അതുപോലെ പരിശുദ്ധമാവും. അപ്പം നമ്മുടെ പ്രവൃത്തികളും നന്നായി വരും, നമ്മൾക്ക് നല്ല ഉയർച്ചയുണ്ട്. എല്ലാവരും ഇതൊക്കെ വായിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നമസ്കാരം.